നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്, പഴയ ഒരു ഓളമില്ല എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്കാണ് വലിയൊരു ബോംബ് പൊട്ടിക്കാനായിട്ട് മലയാള സിനിമ വരുന്നത്. 2026 ഓണം റിലീസുകൾ സത്യം പറയാലോ കേരള ബോക്സ് ഓഫീസ് ഹിസ്റ്ററിയിൽ ഇത്രയും വലിയൊരു അൾട്ടിമേറ്റ് ക്ലാഷ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. നമ്മുടെ DQ, രാജുവേട്ടൻ, നിവിൻ പോളി, ചാക്കോച്ചൻ, പിന്നെ ലാലേട്ടൻ, പോരാത്തതിന് അന്യഭാഷയിൽ നിന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായ യഷ്, പിന്നെ നേച്ചർ സ്റ്റാർ നാനി, പിന്നെ സൂര്യ, ജയൻ രവി, ഇജ്ജാതി ലൈനപ്പുകളാണ്. നിങ്ങൾക്ക് ആക്ഷൻ വേണോ, ഡാർക്ക് ത്രില്ലർ വേണോ, അതോ വയറ് നിറച്ച് ചിരിക്കാൻ കോമഡി വേണോ, എല്ലാം ഈ ഒരൊറ്റ മാസത്തിൽ സെറ്റാണ്. ഓഗസ്റ്റ് മാസത്തിലെ വെടിക്കെട്ടിനെ തിരികൊളുത്തുന്നത് നമ്മുടെ ചാക്കോച്ചനാണ്. ചോക്ലേറ്റ് ഹീറോ പരിവേഷമൊക്കെ വിട്ട് ഡാർക്ക് റോളുകളിൽ വന്ന് വിസ്മയിപ്പിക്കുന്ന ചാക്കോച്ചൻ്റെ പുതിയൊരു ഐറ്റമാണ് ഉന്മാദം. രോമാഞ്ചം, തൊണ്ടി മുതൽ എന്നീ ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത കിരൺ ദാസ് ആണ് ഈ ചിത്രത്തിൻ്റെ സംവിധാനം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കഥയാണ്. സാക്ഷാൽ ഷാഹി കബീർ, നായാട്ട് ജോസഫൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു വിറയലില്ലേ, ആ ഒരു മാജിക്ക് ഇവിടെയും പ്രതീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ഉള്ളിലിരിപ്പം, അവരുടെ ഡാർക്ക് സൈഡും പുള്ളിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഉന്മാദത്തിലും അതൊരു വേറെ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പുള്ളി വരുന്നത്. അടുത്തത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വരുന്ന ജൂഡ് ആൻ്റണി ചിത്രം തുടക്കം. 2018 എന്ന് പറയുന്ന ഒരു ചിത്രം വെച്ച് ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റിയ ജൂഡ് ആൻ്റണിയുടെ ഒരു പുതിയ ചിത്രമാണ് തുടക്കം. ആ ചിത്രത്തിൽ ഒരു വമ്പൻ സർപ്രൈസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇതിലൂടെ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല ലാലേട്ടൻ ഈ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് എന്നതാണ് നമുക്ക് അണിയറയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പോസ്റ്റർ വൈബൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്കും കൂടെ ചേരുമ്പോൾ തിയേറ്ററിൽ രോമാഞ്ചം ഉറപ്പാണ്. നമുക്ക് ഈ അടിയും ഇടിയും മാത്രമല്ല കുറച്ച് ഫീൽ ഗുഡ് ചിത്രങ്ങളും കൂടി ആയാലേ നമ്മുടെ ഈ ഓണം കംപ്ലീറ്റ് ആകുമോ. അതിനായിട്ട് നമ്മുടെ തമിഴകത്ത് നിന്ന് നമ്മുടെ സ്വന്തം സൂര്യ അണ്ണൻ ഒരു കിടിലം ഡ്രാമയുമായിട്ട് വരികയാണ്. ലക്കി ഭാസ്കറൊക്കെ എടുത്ത വെങ്കി സംവിധാനം ചെയ്യുന്ന മമിത ബൈജു നായികയായിട്ട് എത്തുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വലിയ പ്രായ വ്യത്യാസമുള്ള മനുഷ്യർക്കിടയിലെ പ്രണയവും പിന്നെ അതിൻ്റെ ഒരു ഇമോഷൻ ഡെപ്തും ഒക്കെ പറയുന്ന ഒരു പടമാണെന്നാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ GV പ്രകാശിൻ്റെ മ്യൂസിക് കൂടിയാകുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു ഫീൽ ഗുഡ് മൂവിക്കുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തതാണ് ദി അൾട്ടിമേറ്റ് ക്ലാഷ് വരുന്നത്. 20-21 തീയതികൾ നമ്മുടെ കേരള തിയേറ്ററുകൾക്ക് താങ്ങാൻ പറ്റുമോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ DQ മലയാളത്തിലേക്ക് വരുന്നു. അതും RDX ഡയറക്റ്റ് ചെയ്ത നഹാസിൻ്റെ ഡ്രീം പ്രോജക്റ്റാണിത്. ഒരു മുഴുനീള ഹൈ ഓക്ടേൻ ആക്ഷൻ പടമായിരിക്കും ഇത്. ഒരു സെക്കൻഡ് പോലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഒരു നോൺ സ്റ്റോപ്പ് എനർജി ഉള്ള ഒരു പടം. ഓണത്തിന് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു പടങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. അടുത്തതായിട്ട് വരുന്ന ഒരു മെയിൻ പടമെന്ന് പറയുമ്പോൾ ഖലീഫ. അതും ഓഗസ്റ്റ് 20-നാണ്. DQവിനോട് മുട്ടാനായിട്ട് അതേ ദിവസം വരികയാണ് രാജുവേട്ടൻ. അതും വൈശാഖിൻ്റെ സംവിധാനത്തിൽ. പുലിമുരുകനെ പോലെ ഒരു സ്റ്റൈലിഷ് മാസ് അടിപ്പടം രാജുവേട്ടനെ വെച്ച് എടുത്താൽ എങ്ങനെ ഉണ്ടാകും. പോരാത്തതിന് ഇതിൽ ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് റോളും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഖലീഫയുടെ രണ്ടാം ഭാഗത്തിൽ ലാലേട്ടനായിരിക്കും മെയിൻ റോളെന്നും റൂമറുകൾ കേൾക്കുന്നുണ്ട്. വൈശാഖിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫിയിൽ ലാലേട്ടനും പൃഥ്വിരാജും ഒരേ ഫ്രെയിമിൽ വന്നാൽ തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണോ. അതിൻ്റെ ഇടയിൽ കൂടെ ദസറ ടീമിൻ്റെ പാൻ ഇന്ത്യൻ ഐറ്റമായ പാരഡൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും ഓഗസ്റ്റ് 20-ന് തന്നെയാണ്. പിന്നെ അനിരുദ്ധിൻ്റെ BGM ഒക്കെ ഉള്ള ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമയാണിത്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ വമ്പന്മാർക്കിടയിൽ ഇതിന് തിയേറ്റർ കിട്ടാനുള്ള ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനൽ ഡേറ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇടിയും വെടിക്കെട്ടും ഡാർക്ക് സീനുകളൊക്കെ കണ്ട് നമ്മുടെ കണ്ണ് തള്ളിയിരിക്കുമ്പോൾ ഫാമിലിക്കും കുട്ടികൾക്കും റിലാക്സ് ചെയ്യാനായിട്ട് നമ്മുടെ നിവിൻ പോളി വരുന്നുണ്ട്. 2 വലിയ പടങ്ങൾ ഓഗസ്റ്റ് 20-നുള്ളത് കൊണ്ട് ഇതെന്തായാലും 21-ലേക്ക് റിലീസ് മാറ്റി വയ്ക്കാനാണ് ചാൻസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഇത് പിന്നെ പ്രേമലു എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ഗിരീഷ് ഏടിയും ഭാവന സ്റ്റുഡിയോസും ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ എപ്പോഴത്തെയും സേഫ് സോണായ റോം കോമിലൂടെയാണ് നിവിൻ പോളി ഇപ്പോഴും വരുന്നത്. നിവിൻ്റെ ഒരു പഴയ വിൻറ്റേജ് കോമഡിയും ടൈമിങ്ങും പിന്നെ ഗിരീഷ് ഏടിയുടെ ഡയറക്ഷനും ഒക്കെ ചേരുമ്പോൾ ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് KGF-ന് ശേഷം നമ്മുടെ റോക്കി ബായ് വരുന്ന യഷ് വരുന്ന പുതിയ ചിത്രം ടോക്സിക്. നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ഗീതു മോഹൻദാസാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നയൻതാര, കയാര അദ്വാനി തുടങ്ങിയ വമ്പൻ കാസ്റ്റിംഗ് തന്നെ ഈ ചിത്രത്തിലുണ്ട്. യഷ് 2 ഗെറ്റപ്പിൽ വരുന്ന ഈ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിട്ട് പലതവണ റീഷൂട്ടൊക്കെ ചെയ്തിട്ട് പടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസിന് തയ്യാറാകാതെയാണ് ഈ ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ വളരെ ഹ്യൂജ് ആണെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഓണക്കാലത്തെ അവസാന റിലീസ് ഒരു തമിഴ് ചിത്രമാണ്. ദാദാ ഫെയിം ഗണേഷ് ബാബു ഡയറക്റ്റ് ചെയ്യുന്ന ജയൻ രവി ചിത്രം കരാത്തെ ബാബു.
ആ ഒരു സിനിമയ്ക്ക് ജയൻ രവിയുടെ ലൈഫുമായിട്ടൊരു ചെറിയൊരു കണക്ഷനുണ്ട്. ജയൻ രവിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹിറ്റായ തനിയൊരുവൻ ഇറങ്ങിയിട്ട് 11 വർഷം തികയുന്ന അതേ ദിവസമാണ്, അതായത് ഓഗസ്റ്റ് 28-നാണ് ഈ ചിത്രവും വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ തമിഴ് ഫാൻസിനും ജയൻ രവി ആരാധകർക്കും ഇതൊരു സെൻറ്റിമെൻ്റൽ റിലീസ് കൂടിയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന 9-ൽ പരം വമ്പൻ റിലീസുകൾ കേരള ബോക്സ് ഓഫീസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു വെടിക്കെട്ടാണ് ഈ ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്നത്. DQ, നിവിൻ പോളി, രാജുവേട്ടൻ എന്നീ 3 പേരുടെയും കൂടെ ക്ലാഷ് വരുമ്പോൾ തന്നെ കളക്ഷൻ സ്പ്ലിറ്റായി പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒരു പടം ഡേറ്റ് മാറ്റുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഗൈസ്, ഇതിൽ ഏതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്? ഖലീഫയുടെ മാസാണോ, അതോ DQവിൻ്റെ ആക്ഷനാണോ, അതുമല്ലെങ്കിൽ നിവിൻ പോളിയുടെ കോമഡിയാണോ? ഏത് പടത്തിനായിരിക്കും നിങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്? പിന്നെ ഞാൻ വിട്ടുപോയ ഏതെങ്കിലും ചിത്രമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.